ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ശ്രീരാമദേവന്റെ ഭരണം അയോധ്യയിൽ ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭഗവാന്റെ കൂടെ അവിടേക്ക് എത്തിച്ചേർന്നിരുന്ന സുഗ്രീവനും വിഭീഷണനും വാനരസമൂഹവും ഹനുമാനുമൊക്കെ അവിടെ നിന്ന് മടങ്ങി. ജനക മഹാരാജാവും സീതാദേവിയോടും ശ്രീരാമദേവനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മിഥിലയിലേക്ക് പോയി. വളരെ ശ്രേഷ്ഠമായ രീതിയിലുള്ള ഭരണ നടത്തിപ്പാണ് അയോധ്യയിൽ നടന്നു വന്നത്. ഒരു ദിവസം ദേവലോകത്തു നിന്നും ദേവരാജാവ് ദേവേന്ദ്രനും മറ്റു ദേവതകൾ അഗ്നിദേവനും വായുദേവനും വരുണദേവനും യമനും ദേവഗുരു ബൃഹസ്പതിയോടൊപ്പം ദേവേന്ദ്രനോടൊപ്പം ശ്രീരാമദേവനെ കാണുവാനായി അയോധ്യ എത്തിച്ചേർന്നു. ദേവേന്ദ്രനോടൊപ്പം ദേവേന്ദ്രൻ്റെ സഹധർമ്മിണി ഇന്ദ്രാണിയും ഉണ്ടായിരുന്നു. യുദ്ധം ജയിച്ച അവസരത്തിൽ ലങ്കയിൽ വെച്ച് ദേവന്മാരെല്ലാം ആ സമയം വന്നു ചേരുകയും അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ആ സമയം ദേവന്മാർ ചോദിച്ചു, നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഭഗവാനോട് ചോദിക്കുമ്പോൾ യുദ്ധത്തിനായി ശ്രീരാമദേവനോടൊപ്പം ലങ്കയിലെത്തി കൊല്ലപ്പെട്ട മുഴുവൻ സൈനികരെയും വാനര മുഴുവൻ തന്നെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർക്ക് പുനർജീവൻ നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് ശ്രീരാമദേവൻ അയോധ്യയിൽ മടങ്ങിയെത്തി പട്ടാഭിഷേകം കഴിഞ്ഞ് അയോധ്യയിൽ ചക്രവർത്തിയായി വാണരുളുകയാണ്. ഈ സമയം ശ്രീരാമദേവനെ കാണുവാനായി ഇതിനു മുമ്പ് ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിക്കൊപ്പം അവിടെ വന്നിരുന്നു. ബ്രഹ്മദേവനും വന്നിരുന്നു. ദേവേന്ദ്രൻ മറ്റു ദേവന്മാരെയും കൂട്ടി ഇപ്പോഴാണ് ശ്രീരാമദേവനെ കാണുവാനായി എത്തിച്ചേർന്നത്. ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ ദേവേന്ദ്രൻ പ്രകീർത്തിക്കുവാൻ തുടങ്ങി. ശ്രീരാമദേവൻ ഭൂലോകത്ത് മാത്രമല്ല ഇഹലോകത്തും സമാധാനം ഉറപ്പാക്കിയിരിക്കുന്നു. ദേവതകൾക്കെന്നും പ്രശ്നമായിരുന്ന രാക്ഷസകുലത്തെ ഒന്നാകെ നശിപ്പിച്ചു. നമുക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്ത ഭഗവാന് ശ്രീരാമദേവന് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവേന്ദ്രൻ കടന്നു വന്നത്. ദേവേന്ദ്രൻ ശ്രീരാമദേവൻ്റെ മുഖത്ത് നോക്കി ശ്രീരാമദേവൻ ഭൂതലത്തിൽ നശിപ്പിച്ച രാക്ഷസരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുകയുണ്ടായി. താടകയെ വധിച്ചതും ദൂഷണാദികളെ വധിച്ചതും അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതും ഭൂമുഖത്തെ മുഴുവൻ രാക്ഷസരെയും ഒന്നിച്ച് ലങ്കയിൽ നേരിട്ട് വധിച്ചതും കുംഭകർണനെ വധിച്ചതും
ഒക്കെ ദേവേന്ദ്രൻ ഭക്തിയാദരപൂർവം വീണ്ടും വീണ്ടും പറയുകയായിരുന്നു. അത് കഴിഞ്ഞ് രാവണനെ വധിച്ചതിനെക്കുറിച്ചും അതുമൂലം ദേവലോകത്തുണ്ടായിരിക്കുന്ന പുതിയ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ ദേവേന്ദ്രൻ ശ്രീരാമദേവൻ്റെ മുഖത്ത് നോക്കി പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് സന്തുഷ്ടനായ ശ്രീരാമദേവൻ അവരെയൊക്കെ അത് സ്ഥലങ്ങൾ ഉപവിഷ്ടരാക്കിയ ശേഷം പൊതുവിൽ അവരുമായി ചർച്ച ആരംഭിച്ചു. ദേവന്മാർ അവരുടെ സന്തോഷം പങ്കിടവേ ദേവഗുരു ബൃഹസ്പതി ദേവലോകം നേരിട്ടുകൊണ്ടിരുന്ന പൊതുവായ പ്രതിസന്ധികളെക്കുറിച്ച്, എന്നും നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ശ്രീരാമദേവനോട് സംസാരിച്ചു. ദേവന്മാർ ദേവതകളാണെങ്കിലും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണെങ്കിലും അവർക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ഏതു സമയം രാക്ഷസർ ആക്രമിക്കും അല്ലെങ്കിൽ അസുരന്മാർ ആക്രമിക്കും എന്നുള്ള ഭയമായിരുന്നു. ആ ഭയത്തിലായിരുന്നു അവർ എല്ലാ സമയവും എല്ലാ കാലവും കഴിഞ്ഞിരുന്നത്. ആ കാലത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഭഗവാന്റെ ഈ സാന്നിധ്യം, ഈ അവതാരം, അങ്ങനെ ഒരു അന്തരീക്ഷ സൃഷ്ടിയാണ് ദേവലോകത്തും ഭൂതലത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ദേവഗുരു ബൃഹസ്പതി അവിടെ പറയുകയുണ്ടായി. ഈ സമയം ശ്രീരാമദേവൻ അവരോടായി പറഞ്ഞു, നമ്മുടെ ഈ വിജയം അല്ലെങ്കിൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നിൽ നാം മാത്രമല്ലല്ലോ, നമ്മോടൊപ്പം അനേകം വാനരർ, അതുപോലെ ജടായു, സമ്പാദി, പിന്നെയോ സേതുബന്ധന സമയത്ത് നാം കണ്ടു ഒരണാറക്കണ്ണനും തൻ്റേതായ നിലയിൽ പങ്കെടുത്തുകൊണ്ട് സേതു നിർമ്മിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നത്. എല്ലാ ജീവജാലങ്ങളും അവരുടേതായ നിലയിൽ നമ്മുടെ ഈ ദൗത്യം വിജയിപ്പിക്കുവാൻ പങ്കാളികളായി എന്നുള്ളതാണ് ഈ അവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷത. അതൊരു മാതൃകയാണ്, നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ അവർക്ക് അവരുടേതായ വ്യവസ്ഥയും ജീവിത ശൈലിയും ഉണ്ട്. അവരുടേതായ നിലയിൽ അവർക്ക് ഏത് നിലയിലുള്ള ജീവികളാണെങ്കിലും അവരുടേതായ നിലയിൽ അവർക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന ഒരു അച്ചടക്കവും ഒരു സമ്പ്രദായവും ഈ പ്രപഞ്ചത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ദേവന്മാർ പൊതുവിൽ ഇടപെടുന്നതും ദേവന്മാർ ശ്രദ്ധിക്കുന്നതുമായ വിഷയങ്ങൾ നേരിട്ട് മാനവരുടെ കാര്യത്തിൽ മാത്രമാണ് കൂടുതലായി ശ്രദ്ധ പുലർത്താറുള്ളത്. അതുപോരാ, എല്ലാ ജീവജാലങ്ങളുടെയും വിഷയങ്ങളിൽ ഇടപെടുവാനും അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന
സൗകര്യങ്ങൾ ചെയ്യുവാനും ഗതിവിഗതികൾ ഉറപ്പാക്കുവാനും ഉള്ള ദൈവസാന്നിധ്യം ഉണ്ടാകണം. പ്രപഞ്ചത്തിനാകെ തന്നെ ഒരു നീതി പുലരണം. നീതിയില്ലാത്ത പ്രപഞ്ച സമ്പ്രദായം ഇനി നമുക്ക് ഉണ്ടാവുകയില്ല. കാരണം ഈ ലോകത്തും ഇഹലോകത്തും ഒക്കെയുള്ള മുഴുവൻ അസുരന്മാരെയും കർപ്പൂരന്മാരെയും രാക്ഷസരെയും അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അത്തരത്തിലുള്ളൊരു ഭീഷണിയും മനുഷ്യകുലമോ മറ്റേതെങ്കിലും വിഭാഗം ജീവജാലങ്ങൾക്കോ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ദേവന്മാർ പരിശോധിക്കണം. ആ ദേവന്മാർ അത് ഗൗരവപൂർവ്വം കാണുവാൻ തയ്യാറാകണം. എല്ലാത്തിൻ്റെയും ആവാസാവസ്ഥയെക്കുറിച്ച് ജീവജാലങ്ങൾ ഓരോന്നും ഏത് വിധമാണ് നിലകൊള്ളുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ദേവന്മാരുണ്ടാവണം. അവർക്ക് അവരുടേതായ ഭാഷയും അവർക്ക് അവരുടേതായ രീതിയുമൊക്കെയുണ്ട്. അത് മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഭഗവാൻ തൻ്റെ സംസാരം നിർത്തി ഒന്ന് ആലോചിക്കുമ്പോൾ ബൃഹസ്പതിയാണ് പിന്നീട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. ദേവൻ പറഞ്ഞതൊരു പ്രധാന വിഷയമാണ്. കൈകേയി രാജാവ് കൈകേയി മാതാവിൻ്റെ അമ്മയോട് പറയാൻ മടിച്ച ഒരു കാര്യം, ഉറുമ്പുകളുടെ സംസാരം ശ്രവിച്ച രാജാവ്, ഉറുമ്പുകൾ കൈമാറിയ വിശേഷങ്ങൾ മനസ്സിലാക്കിയ രാജാവ് ആ വിശേഷം മറ്റാരോടും പറയരുത് എന്ന നിർദ്ദേശം ലംഘിക്കാത്തത് കൊണ്ടാണ് കൈകേയി മാതാവിൻ്റെ അമ്മ നാടുകടത്തപ്പെട്ടത്. ഉറുമ്പുകളുടെ ഭാഷ അറിയുന്ന ഒരു രാജാവാണ് കൈകേയി രാജാവ്. എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ ഭാഷയുണ്ട്. ആ ഭാഷ അറിയുവാനും അവയുമായി ബന്ധപ്പെടുവാനും അവർക്കിടയിൽ ശ്രേഷ്ഠതയുള്ള ജീവിതം ഉറപ്പാക്കാനും കഴിയുന്ന ഒരു സംസ്കാരം, നീതി, പ്രപഞ്ചനീതി നമുക്കുണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് ശ്രീരാമദേവൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ദേവന്മാർ അത്ഭുതപൂർവ്വം ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ കേവലം മനുഷ്യർക്കോ ദേവന്മാർക്കോ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല ചിന്തിക്കുന്നതും പറയുന്നതെന്നും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും, സചേതനമായ അചേതനവുമായ എല്ലാ ജീവജാലങ്ങളുടെയും കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു, അവയ്ക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നുള്ള വർത്തമാനം കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇത് കേട്ട് ദേവേന്ദ്രൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഗൗളി ചിലച്ചു. പെട്ടെന്ന് ഗൗളി ചിലച്ചപ്പോൾ അങ്ങോട്ട് ദേവേന്ദ്രൻ ശ്രദ്ധിച്ചു. ഗൗളി ചിലയ്ക്കുന്നത് ചില നിമിത്തങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ഇപ്പൊ ഗൗളി എങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ദേവഗുരു ബൃഹസ്പതി പറഞ്ഞു, ദേവരാജൻ അറിയുമോ ഈ ഗൗളിയെ?
ഇപ്പൊ ദേവരാജൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ശ്രീരാമദേവന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ബൃഹസ്പതി സംസാരിക്കുന്നത്. നമ്മുടെ ലോകത്ത് ധാരാളം ഉരകങ്ങളുണ്ട്. ആ ഉരകങ്ങൾക്കിടയിലെ പുരോഹിതന്മാരാണ് ഈ ജോഡികൾ. അവർ പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ്. നാം ഇവിടെ കാണുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പുരോഹിത വിഭാഗത്തിൽപ്പെട്ടതുപോലെ ഉരകങ്ങൾക്കിടയിൽ പുരോഹിതരായി ജീവിക്കുന്നവരാണ് ഈ ഗൗളികൾ. അതുകൊണ്ട് ഗൗളികളെ വധിക്കുക, ഗൗളികളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് കൊടിയ പാപമായി മാറും. ആ ദേവന്മാർ മാത്രമല്ല, മനുഷ്യരായാലും ആരായാലും ഗൗളികളെ വധിക്കാതിരിക്കാൻ, കൊല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് എന്നിങ്ങനെ ദേവഗുരു ബൃഹസ്പതി പറഞ്ഞപ്പോൾ അതോട് യോജിച്ചുകൊണ്ട് യമദേവനും പങ്കുചേർന്നു. ഗൗളീശാസ്ത്രം വെച്ച് ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ പറയുന്ന ഒരു ശാസ്ത്രം പോലുമുണ്ട് എന്ന് യമദേവൻ സൂചിപ്പിച്ചപ്പോൾ അത് നമുക്കറിയാം എന്ന് ബൃഹസ്പതിയും ഭഗവാൻ ശ്രീരാമദേവനും സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ദീർഘസമയം ദേവസദസ്, ദേവന്മാരും ശ്രീരാമദേവനുമായി നടത്തിയ സംസാരം അയോധ്യയിൽ വാസ്തവത്തിൽ വൈകുണ്ഠം വീണ്ടും അയോധ്യയിൽ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ വൈകുണ്ഠത്തിൻ്റെ അവസ്ഥയിൽ അയോധ്യയിലെ രാജധാനിയും എത്തിയോ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായി. കാരണം ഭഗവാൻ സീതാദേവിയോടൊപ്പം അവിടെ ചക്രവർത്തിയായിരിക്കുമ്പോൾ വൈകുണ്ഠത്തിൽ ശ്രീഹരിയും മഹാലക്ഷ്മിയും ഇരിക്കുന്നത് പോലെ തോന്നുകയും ഭഗവാനെ കാണുവാൻ ദേവന്മാർ എത്തിച്ചേർന്ന് ഭഗവാന് മുന്നിൽ കാര്യങ്ങൾ പറയുന്നത് പോലെയും ഒക്കെ എല്ലാവർക്കും അനുഭവപ്പെട്ടു. കാരണം ഈ ദേവന്മാരെല്ലാവരും കൂടിയാണല്ലോ നേരത്തെ ഭഗവാൻ ശ്രീഹരിയെ കണ്ട് രാവണൻ ഭൂതലത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇവരെയൊക്കെ അടിമകളാക്കിയിരിക്കുന്ന അവസ്ഥ അന്ന് വിശദീകരിച്ചത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന ഭഗവാന്റെ വാക്കാണല്ലോ ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും സന്തുഷ്ടരായി. ദേവരാജാവ് ദേവേന്ദ്രനും മറ്റുള്ളവരും ഭഗവാനോട് യാത്ര പറഞ്ഞ് സ്വർലോകത്തേക്ക് മടങ്ങിപ്പോയി. അയോധ്യയിൽ ഈ വിധം പല ഭാഗത്തു നിന്നും പലരും, ദേവന്മാർ മാത്രമല്ല മറ്റു അംഗരാജ്യങ്ങളിലെ രാജാക്കന്മാർ ഒക്കെ ഭഗവാനെ കാണുവാൻ എത്തിച്ചേർന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഭഗവാനെ കാണുവാനായി ഒരു ദിവസം മഹർഷീശ്വരന്മാർ എല്ലാവരും ഒന്നിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു.